ദൈവനാമം മഹത്വപ്പെടട്ടെ. യഥാൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നിനവേ നോമ്പ്. നിനവേ നോമ്പ്. ഒരു നല്ല ക്രിസ്ത്യാനിയെ നാം നോക്കുമ്പോൾ എങ്ങനെയുള്ള വ്യക്തിത്വം ആയിരിക്കും നാം പ്രതീക്ഷിക്കുക? അവൾ നോമ്പ് നോക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾ ആയിരിക്കണം. ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ശീലമുള്ളവർ ആയിരിക്കണം. സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ആയിരിക്കണം. സൽസ്വഭാവിയും ശാന്തശീലനും ആയിരിക്കണം. കൽപ്പനകളെ ആചരിക്കുന്നവൻ ആയിരിക്കണം എന്നൊക്കെയാണ്. 3 നോമ്പ് സഭ ആചരിക്കാൻ തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടിലാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ യോനാ പ്രവാചകൻ ഈ പുസ്തകം എഴുതിയത് BC 760 എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ഈ പുസ്തകത്തിൽ ആകെ 4 അധ്യായങ്ങളും 48 വാക്യങ്ങളുമാണ് ഉള്ളത് എന്ന് നമുക്ക് എവർക്കും അറിയാം. 1-ാമത്തെ അധ്യായത്തിൽ ഉറങ്ങുന്ന യോനായെയാണ് നാം കാണുന്നതെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന യോനായെയാണ് നാം കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് പ്രസംഗിക്കുന്ന യോനായെയാണ്. 4-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് പിറുപിറുക്കുന്ന യോനായെയാണ്. അമിതായുടെ മകനായ യോന ദൈവത്തെ അറിയുന്നവനും പ്രവാചകനുമായിരുന്നു. ഒരു നല്ല വിശ്വാസിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനായിരുന്നു. അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാൻ കൽപ്പിച്ചു. ഇവിടെ നാം കാണുന്നത് ഒരു അനുസരണക്കേടാണ്. അവൻ നിനവയിലേക്ക് പോകേണ്ടതിന് പകരം തർസീസിലേക്ക് ഓടിപ്പോകുവാൻ പുറപ്പെടുന്നതായി നാം കാണുന്നു. അവൻ യാഫോവിലെത്തി കപ്പൽ കയറുന്നു. കപ്പൽ തുറമുഖം വിട്ടുകഴിഞ്ഞപ്പോൾ വലിയ കാറ്റും മഴയും ഒക്കെ ആരംഭിച്ചു. കപ്പലിൽ ഉണ്ടായിരുന്നവർ എല്ലാം താൻ്റെ ദൈവങ്ങളെ വിളിച്ചപേക്ഷിച്ചു. എന്നാൽ യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുവാൻ തുടങ്ങി. ഉറങ്ങുന്ന യോനായെ കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. യോനായ്ക്ക് തൻ്റെ അനുസരണക്കേട് മനസ്സിലായി. ദൈവകോപം തിരിച്ചറിഞ്ഞു. അവൻ അവരോട്, എന്നെ കടലിലേക്ക് എറിഞ്ഞു കളക, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് സമ്മതത്തോടു കൂടി പറഞ്ഞു. അവർ അപ്രകാരം ചെയ്യുന്നു. ഇവിടെ നാം കാണുന്നത് അവർ എല്ലാം ചേർന്ന് യഹോവയോട് നിലവിളിക്കുന്നതായിട്ടാണ്. അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകളും നേർന്നു. യോനായെ വിഴുങ്ങുന്നതിനായി ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നു പ്രാർത്ഥിക്കുന്ന യോനായെയാണ് നാം പിന്നീട് കാണുന്നത്. 2-ാം അധ്യായത്തിൽ മുഴുവനും അവന്റെ പ്രാർത്ഥനയാണ് നാം കാണുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അവൻ നേർച്ച നേരുകയാണ്. സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും എന്ന് പറയുന്നു. ദൈവത്തിൽ സ്വയം അർപ്പിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യോനായ മത്സ്യം കരയ്ക്ക് ഛർദ്ദിച്ചു എന്ന് നാം പിന്നീട് കാണുന്നു. യോനായ്ക്ക് യഹോവ 2-ാം പ്രാവശ്യവും അരുളപ്പാട് നൽകുന്നു. നീ നിനവയിലേക്ക് പോയി അവരോട് ഞാൻ പറയുന്നത് പ്രസംഗിക്ക എന്ന് പറയുന്നു. അവൻ അനുസരണം ഉള്ളവനായി നിനവയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അവനോട് ദൈവം അരുളി ചെയ്തത് പ്രസംഗിക്കുന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ച് പറയുന്നതായി 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ ഇട്ടുകൊടുത്തു. അവരുടെ രാജാവും അപ്രകാരം ചെയ്തു. ഒരു വിളംബരം നടത്തി. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും അരുത്. അവരെല്ലാം രാജകൽപ്പന അനുസരിച്ചു. ദൈവത്തോട് നിലവിളിച്ചു, അനുതപിച്ചു. എല്ലാവരും ദുർമാർഗങ്ങൾ അകറ്റി സാഹസം വിട്ടു. ദൈവം അവരുടെ അനുതാപം കണ്ട് അവരോട് ക്ഷമിച്ചു. അവർക്ക് സംഭവിക്കാമായിരുന്ന അനർത്ഥം ഇല്ലാതെയാക്കി. ദൈവത്തിന് അവരോട് അനുകമ്പ തോന്നി, കാരണം അവർ ദൈവത്തിൻ്റെ മക്കളായി. യോനായ്ക്ക് ഈ കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. അനുതപിക്കുന്നവരെ ദൈവം രക്ഷിക്കുമെന്നത് അവൻ അറിയാമായിരുന്നതിനാൽ ആണ് അവൻ തർസീസിലേക്ക് ഓടിപ്പോകുവാൻ ശ്രമിച്ചത്. യോനായുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവന് അരിശവും കോപവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവൻ അപേക്ഷിക്കുകയാണ്, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. യഹോവ അവനോട്, നീ കോപിക്കുന്നത് വിഹിതമല്ല എന്ന് പറയുന്നു. അവൻ
നഗരം വിട്ട് അതിൻ്റെ കിഴക്ക് വശത്ത് ചെന്ന് ഇരിക്കുന്നതായി നാം കാണുന്നു. നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് അറിയാൻ അവൻ ആഗ്രഹമുണ്ട്. അവനൊരു കുടിലുണ്ടാക്കി അതിൽ പാർക്കുന്നു. അവന് തണൽ ലഭിക്കുന്നതിനായി ഒരു ആവണക്ക് യഹോവ കൽപ്പിച്ചുണ്ടാക്കി. അതിൽ അവൻ സന്തോഷിച്ചു. എന്നാൽ പിറ്റേ ദിവസം ഒരു പുഴു യഹോവയുടെ ഇഷ്ടപ്രകാരം അതിനെ കുത്തിക്കളയുന്നു. അവനിക്ക് അധികം കോപമുണ്ടായി, മരിക്കാൻ തയ്യാറായി. ഉച്ചയായപ്പോഴേക്കും അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ് കൽപ്പിച്ച് അയച്ചതായി നാം ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ ദുഃഖിക്കുന്ന യോന വളരെ ക്ഷീണിച്ചു. മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത് എന്ന് അവൻ പറഞ്ഞു. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കരുത്, നീ അധ്വാനിക്കാത്തത് നിനക്ക് കിട്ടിയതല്ലേ എന്ന് ചോദിക്കുന്നു. ആ ആവണക്കിനോട് നിനക്ക് അയ്യോ പാപം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിയാഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യർക്കും അനേകം മൃഗങ്ങളും ഉള്ള മഹാനഗരമായ നിനിവയിലോട് എനിക്ക് അയ്യോ പാപം തോന്നരുതോ എന്ന് ചോദിക്കുന്നു. ഇവിടെ നാം കാണുന്നത് ദൈവദാസനാണ് എങ്കിലും തെറ്റ് ചെയ്താൽ അവനോട് പൊറുക്കുകയില്ല. എന്നാൽ അവൻ അനുദപിച്ചാൽ ദൈവം ദയാലുവാകുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. രണ്ടാമതായി കാണുന്നത്, കപ്പലിൽ ഉണ്ടായിരുന്നവർ പ്രാർത്ഥിക്കുകയും നേർച്ച നേരുകയും ചെയ്തപ്പോൾ കടൽ ശാന്തമാകുന്നതായി നാം കാണുന്നു. മൂന്നാമതായി നാം കാണുന്നത്, തെറ്റ് ചെയ്ത് പാപത്തിൽ വീണതായ നിനിവേക്കാർ അനുദപിച്ചപ്പോൾ അവരോട് ദൈവത്തിൻ്റെ ദയ തോന്നി അവരെ കോപത്തിന് ഇരയാക്കിയില്ല എന്നതാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ എന്താണ് നിനിവേയിൽ നിന്നും നാം പഠിച്ചത്? നിനിവേയിൽ ഉണ്ടായിരുന്നവർ രട്ട് ഉടുത്ത് അനുദപിച്ചു. എന്നാൽ ഇപ്പോൾ അനുതാപത്തോടു കൂടിയ ഒരു പ്രാർത്ഥനയെങ്കിലും നടത്താൻ നാം തയ്യാറാണോ? നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചു തന്നതായ ആ പാതയിലൂടെ നാം സഞ്ചരിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ഭവിക്കും എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അനർത്ഥം സംഭവിപ്പാൻ പോകുമ്പോൾ ആ യോനായെ പോലെ ഉറങ്ങുന്നവരായിരിക്കുമോ നമ്മൾ? അനർത്ഥം സംഭവിച്ചതിന് ശേഷം യോനായെ പോലെ ഹൃദയം നുറങ്ങി നമ്മൾ പ്രാർത്ഥിക്കുമോ? ദൈവം ദൈവകൽപ്പന അനുസരിച്ച് നിനിവേയിൽ ചെന്ന് പ്രസംഗിച്ചതുപോലെ നാം ദൈവകൽപ്പന അനുസരിച്ച് അവൻ കാണിച്ചു തന്നതായ വഴിയിലൂടെ യാത്ര ചെയ്യുമോ? അതോ ആ യോനായെ പോലെ പിറുപിറുക്കുന്നവരായിരിക്കുമോ നമ്മൾ? നാം ഇതൊക്കെയും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വലിയ ചോദ്യചിഹ്നം ഇടേണ്ടതായ സമയം കഴിഞ്ഞിരിക്കുന്നു. ദൈവപാതയിലൂടെ ജീവിക്കുവാൻ അവൻ നമുക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.